കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹീതമാവട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19:41. യേശു നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. സമാധാനത്തിൻ്റെ മാർഗമോ യേശുവിൻ്റെ സന്ദർശനകാലമോ അറിയാതിരുന്ന ഇസ്രായേലിൻ്റെ അവിശ്വാസത്തെയും യെരുശലേം നഗരത്തിനും ദൈവാലയത്തിനും വരാനിരിക്കുന്ന നാശത്തെയുമോർത്ത് യേശു കരഞ്ഞു. യേശു കരഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ദേവാലയമാണ് ഡൊമിനസ് ഫ്ലവിറ്റ്. ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ദ ലോർഡ് വെപ്റ്റ് എന്നാണ്. യേശു കരഞ്ഞു. ഗത്സമനയ്ക്കടുത്തായി പഴയ യെരുശലേം നഗരത്തിൻ്റെ എതിർവശത്ത് ഒലിവ് മലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം കണ്ണുനീർത്തുള്ളിയുടെ ദേവാലയം എന്ന് അറിയപ്പെടുന്നു. യേശു കണ്ണുനീർ വാർത്ത മറ്റൊരു സംഭവം ബെഥാനിയയിലെ ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. യോഹന്നാൻ 11:35 യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ 11:33 മറിയ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാരും കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. മാർത്തയുടെയും മറിയയുടെയും അവിടെ കൂടി വന്ന യഹൂദന്മാരുടെയും അവിശ്വാസം കണ്ടും പാപവും മരണവും മനുഷ്യൻ്റെ മേൽ ആധിപത്യം നടത്തുന്നതിലുള്ള അമർഷവും കൊണ്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങി. മനുഷ്യകുലത്തോടുള്ള യേശുവിൻ്റെ സ്നേഹപ്രകടനമായിരുന്നു യേശുവിൻ്റെ കണ്ണുനീർ. മനുഷ്യൻ്റെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും യേശു തമ്പുരാൻ പങ്കുകൊള്ളുന്നു, അവനോട് ചേർന്നു നിൽക്കുന്നു. ഖലീൽ ജിബ്രാൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, കണ്ണുനീർ തകർന്ന ഹൃദയങ്ങൾക്കൊപ്പം പങ്കുചേരാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. വെറുപ്പിൻ്റെ മഹാസമുദ്രങ്ങളിൽ നിന്നും ഹൃദയത്തെ വിമലീകരിക്കുന്നതാണ് കണ്ണുനീർ. ദുഃഖികൾ വീഴ്ത്തുന്ന ഒരു കണ്ണുനീർ തുള്ളിയും മാലാഖമാരുടെ കണക്ക് പുസ്തകത്തിൽ പതിയാതെ പോകുന്നില്ല എന്ന് ഖലീൽ ജിബ്രാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യൻ്റെയും കണ്ണു നനയിക്കുന്ന സങ്കടങ്ങൾ കൊടുക്കുവാൻ ഇടവരരുത്. കണ്ണുനീർ ചൊരിയുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ: 1. പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നു. കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ സന്തുഷ്ടനാക്കുന്നത് എന്ന് ഐസക് ഓഫ് സിറിയ പറയുന്നു. ഞാൻ എൻ്റേത് എന്ന സ്വാർത്ഥതയുടെ പിടിയിൽപ്പെട്ടവർക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. 2. ജീവൻ നൽകുന്നു. വിശുദ്ധ അപ്രേം എന്ന പിതാവ് പറയുന്നത്, കണ്ണുനീർ ആത്മാവിൽ വീഴുമ്പോൾ അത് ജീവനിലേക്ക് തിരികെ വരും എന്നാണ്. അനുതാപവും കണ്ണുനീരുമാകുന്ന 2ാം മാമോദീസയിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കാം. 3. മുഖത്തിന് സൗന്ദര്യം നൽകുന്നു. കണ്ണുനീരിനാൽ കഴുകപ്പെട്ട മുഖത്തിന് അനശ്വരമായ സൗന്ദര്യമുണ്ട് എന്നാണ് മാർ ബേസിൽ എന്ന പിതാവ് പറയുന്നത്. ദുഃഖങ്ങൾ മുഴുവൻ കരഞ്ഞു തീർത്താൽ ചിരിക്കുവാൻ കഴിയും. രാജ്ഞീരൂപം നഷ്ടപ്പെട്ട ആത്മാവ് അനുതാപ കണ്ണുനീരുമായി തിരികെ വന്നാൽ നഷ്ടപ്പെട്ട സൗന്ദര്യം നാഥൻ തിരികെ കൊടുക്കും. 4. സങ്കടങ്ങളിലെ കൂട്ടുകാരൻ. കണ്ണുനീർ ഒരു ബലഹീനതയല്ല, സങ്കടങ്ങളിലെ കൂട്ടുകാരനാണ്. സന്തോഷം നൽകുന്ന ദുഃഖമാണ് കണ്ണുനീർ. പറുദീസയുടെ വാതിൽ തുറന്നു തരുന്ന, സ്വർഗത്തിലേക്ക് പറക്കുവാൻ ചിറകുകൾ നൽകുന്ന അനുതാപത്തിൻ്റെ കണ്ണുനീരുമായി പരിശുദ്ധമായി ഈ നോയമ്പിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.